إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവന്റെ റബ്ബിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ജീവിക്കാൻ സദാ പരിശ്രമിക്കേണ്ടവനാണവൻ. അള്ളാഹുവിന് കോപമുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അവൻ ജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള വെറുപ്പുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും അവൻ മുക്തനായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങളിൽ ഷിർക്കിന്റെ ഒരു അംശവും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നതും അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, ആ തൗഹീദിന്റെ ഭാഗത്തിൽ പെട്ടത് തന്നെയാണ് ഷിർക്കൻ ആഘോഷങ്ങളിൽ നിന്നും ഒരു മുസ്ലിം വിട്ടുനിൽക്കുക എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കപ്പെടുക എന്നതിനേക്കാൾ ഗൗരവപരമായ ഒരു തിന്മ അവന്റെ മുന്നിലില്ല എന്നവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്കൊരിക്കലും തന്നെ സഹോദരങ്ങളെ ആ ഷിർക്കിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ആരാധനാ കർമ്മത്തെ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്ത ആഘോഷ പരിപാടികളെ ഒരിക്കലും അവൻ അംഗീകരിക്കാൻ സാധിക്കുകയില്ല, അതിന് ആശംസ പറയാൻ സാധിക്കുകയില്ല. ഒരു മുസ്ലിമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ളത് രണ്ട് ഇബാദത്തുകൾ മാത്രമാണ്. മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്ന സമയത്ത് ആ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ രണ്ട് ആഘോഷങ്ങൾ അവർ കൊണ്ടാടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മഹാദാനിൽ യൗമാൻ, ഏതാണ് നിങ്ങളുടെ ഈ രണ്ട് ദിവസങ്ങൾ? അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയത്ത് കാലത്ത് മുതൽ തന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് മുമ്പ് തന്നെ ആഘോഷിച്ചു പോകുന്ന രണ്ടാഘോഷങ്ങളാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ, അല്ലാഹു തആല ഏറ്റവും ഖൈറായ രണ്ട് ഈ ആഘോഷങ്ങൾ നിങ്ങൾക്കിതാ പകരം നൽകിയിരിക്കുന്നു. ഇനി മുമ്പുള്ളത് നിങ്ങൾക്ക് വേണ്ടതില്ല. പകരമായി അല്ലാഹു ഖൈറുള്ളത് നൽകി. യൗമുൽ ഫിത്രി വ യൗമുൻ നഹർ, ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് ബലി പെരുന്നാൾ. ഇങ്ങനെ രണ്ട് ദിവസം മാത്രമേ വർഷാവർഷം സഹോദരങ്ങളെ മുസ്ലിമിന് ആഘോഷിക്കാനായിട്ടുള്ളൂ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആഴ്ച തോറും വരുന്ന ഈ വെള്ളിയാഴ്ച ദിവസവും ഈദ് എന്ന് അവിടുന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതല്ലാതെ ഒരു ദിവസവും സഹോദരങ്ങളെ ആഘോഷപരമായി നമുക്ക് ആഘോഷിക്കാനായി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ ദീനിലുമില്ല, അതുപോലെ തന്നെ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിലും സഹോദരങ്ങളെ നമുക്കത് ആചരിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇതാ നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ 12 നബിദിനം ആഘോഷിക്കാനിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം. എന്തുകൊണ്ട് നമുക്ക് നബിദിനം ആഘോഷിക്കാൻ പാടില്ല? എന്താണ് നബിദിനം ആഘോഷിച്ചാൽ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയല്ലേ? ആ നബിയോടുള്ള സ്നേഹം നമുക്ക് അങ്ങേയറ്റമില്ലേ? എന്തുകൊണ്ട് ആ നബിദിനം നിങ്ങൾ ആഘോഷിക്കാൻ
പാടില്ല, അതിലെന്താണ് തെറ്റ് എന്ന് സാധാരണക്കാരായ പല ആളുകളും ചോദിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ഇവർ എതിർക്കുന്നത്? നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. സഹോദരങ്ങളെ, നബിദിനം എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തതായ ഒരു ബിദ്അത്താണ്. കാരണം, ഒന്നാമത്തെ കാരണം സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നബിദിനം എന്ന് പറയുന്നത് അത് കേവലം ദൈനംദിന പ്രവർത്തനങ്ങൾ പോലെയുള്ളൊരു കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറിച്ച് അതൊരു ഇബാദത്തായി കൊണ്ട് ആളുകൾ ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും ആളുകൾ അള്ളാഹുവിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇബാദത്തുകൾ, അള്ളാഹുവിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ സഹോദരങ്ങളെ ദീനിന്റെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ തെളിവില്ലാതെ അങ്ങനെ യാതൊരു കർമ്മവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യേണ്ടതില്ല. അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുകയാണ്, ഏത് പ്രവർത്തനമാകട്ടെ, ഇന്ന പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടില്ല, മൻ അമില അമലൻ, ഏതൊരു പ്രവർത്തനമാകട്ടെ ഒരാൾ ചെയ്യുന്നു, ലൈസ അലൈഹി അംറുനാ, അതിൽ എന്റെ കൽപ്പന ഇല്ല എങ്കിൽ ഫഹുവ റദ്ദുൻ, അത് അള്ളാഹു സ്വീകരിക്കുകയില്ല, തള്ളിക്കളയുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുകയുണ്ടായി. എന്നാലും ചിലരൊക്കെ ചിന്തിക്കും, എന്താണ്, നല്ലതല്ലേ, നല്ലൊരു ദിക്റല്ലേ, ദുആ അല്ലേ, കുറച്ചൊക്കെ നല്ല മദ്ഹുകൾ പറയലല്ലേ എന്നൊക്കെ ചിന്തിക്കും. അതിലെന്താണ് തെറ്റ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കുറച്ചധികം സലാത്ത് ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ? കുറച്ച് പാവങ്ങളെ സഹായിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചെറിയ ചെറിയ നന്മകളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അതിലെല്ലാം തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. മഹാനായ താബി സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു വ്യക്തി ഇങ്ങനെ വഖ്തുൻ നഹിയിൽ, നിസ്കാരം പാടില്ലാത്തതായ സമയത്ത് രണ്ട് റക്അത്തായി ധാരാളം നിസ്കാരം വർദ്ധിപ്പിക്കുന്നത് അദ്ദേഹം കാണുകയുണ്ടായി. അദ്ദേഹം ആ വ്യക്തിയോട് അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കരുത് എന്ന് പറയുകയുണ്ടായി. അയാൾ ചോദിച്ചു, യാ അബാ മുഹമ്മദ് യുഅസ്സബനി അല്ലാഹു അലസ്സലാഹ്, ഓ അബൂ മുഹമ്മദ്, താങ്കൾ പറയുകയാണോ ഞാൻ നിസ്കരിക്കുക വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിക്കുമെന്നുള്ളത്? നിസ്കാരം ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നിർവഹിക്കുന്നത്, അതിലുള്ള മുഴുവൻ കാര്യങ്ങളും റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത്, റബ്ബിനെ പുകഴ്ത്തുന്നു, അവനോട് ദുആ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു നിസ്കാരം, ആ നിസ്കാരം ഞാൻ നിർവഹിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ചോദിച്ച വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ലാ, അള്ളാഹു നിന്നെ നിസ്കരിച്ചതിന്റെ പേരിലല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിക്കുന്നത്, വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫിസ് സുന്നഹ്, കാരണം നീ സുന്നത്തിനെതിരായി പ്രവർത്തിച്ചു, അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ ശിക്ഷിക്കുന്നത് എന്നാണ്. കാരണം അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് എതിരായി പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നാം കേട്ടിരിക്കുന്നു. ഞാൻ കൽപ്പിച്ച പ്രവർത്തനങ്ങൾക്കെതിരായിക്കൊണ്ട് ഒരു പ്രവർത്തനവും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എടുത്തു നോക്കിയിട്ട് ഇത് ദിക്റല്ലേ, ദുആയല്ലേ, സദഖയല്ലേ, പാവങ്ങളെ സഹായിക്കലല്ലേ, ഇങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഇബാദത്ത് ഉദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടിരിക്കേണ്ടതാണ്. അങ്ങനെ സ്ഥിരപ്പെടാത്തോടത്തോളം കാലം അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നബിദിനം ഒരു തരത്തിലുള്ള ഈദ് തന്നെയാണ്. നബിദിനം എന്ന് പറയുന്നത് ഈദാണ്. എന്താണ് ഈദ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈദ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരു പ്രത്യേക ഡേറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകം സ്ഥലം, അതൊരു നിശ്ചിത സമയത്ത് ആ ഒരു ഡേറ്റിലേക്ക് വന്ന ആളുകൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് വന്ന ആളുകൾ ആഘോഷിക്കുക, ഇതിനാണ് ഭാഷയിൽ ഈദ് എന്ന് പറയുക. അല്ലെ, നമ്മളിതാ റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞ ഡേറ്റ് നിശ്ചയിച്ച് വർഷാവർഷം ആ ദിവസം ചെറിയൊരു മിഠായി വിതരണം ചെയ്തുകൊണ്ട് ഒരാൾ ആഘോഷിക്കുകയാണ് എങ്കിൽ, സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ പോലും അതിനെ ഈദ് എന്ന് പറയും. അങ്ങനെ വർഷാവർഷം അങ്ങനെ ആഘോഷിക്കേണ്ടതായ ഈദുകൾ നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ 2 പെരുന്നാൾ ദിവസങ്ങളല്ലാതെ സഹോദരങ്ങളെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ ഒരു കല്യാണം കഴിഞ്ഞതിന്റെ വർഷാവർഷം വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രൂപത്തിൽ ഒരു കേക്ക് മുറിക്കുന്നു, അല്ലെങ്കിൽ മിഠായി വിതരണം ചെയ്യുന്നു, പായസം ഉണ്ടാക്കി കുടിക്കുന്നു. സഹോദരങ്ങളെ ഈദാണ്, പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ ജനിച്ച വർഷാവർഷം ബർത്ത്ഡേ ആയ ആളുകൾ കഴിക്കുന്നു. സഹോദരങ്ങളെ അത് എത്ര ചെറിയ രൂപത്തിലുള്ളതാണ് എങ്കിലും ഈദാണത്. അങ്ങനെയുള്ള ഈദ് ദീനുൽ ഇസ്ലാമിൽ
ഇസ്ലാമിൽ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ഈ നബിദിനം എന്ന് പറയുന്നതും സഹോദരങ്ങളെ ആ നിലക്ക് ഈദാണ്. ദീനുൽ ഇസ്ലാമിൽ 2-ൽ കൂടുതൽ ഈദ് അല്ലാഹു തആല അനുവദിച്ചു നൽകിയിട്ടേയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു നൽകിയിട്ടേയില്ല. അതുകൊണ്ട് തന്നെ അത് ഈദാണെന്ന കാര്യത്താലും അത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. 3-ാമത്തെ കാര്യം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, നബിദിനം എന്ന് പറയുന്നത് അത് കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്ന ഒരു കാര്യത്തിൽ ഒതുങ്ങുന്നില്ല. അന്നൊരു നബിദിനം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിസാരമായ എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. മറിച്ച് ശറഈനോട് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാടി പുകഴ്ത്തുന്നു എന്നുള്ള പേരിൽ അങ്ങനെ വ്യാജേന ചിലരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കേണ്ടതായ പ്രാർത്ഥനകളും തേട്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും തേടുകയും ചെയ്യുന്ന ബുർദകളും മാല മൗലീദുകളും നമുക്ക് കാണാൻ സാധിക്കും. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഉലൂലിൽ ഹാദിസിൽ അമമി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും ഉത്തമരായ ആളുകളെ, ഉത്തമരിൽ ഏറ്റവും ഉത്തമനായവരെ, ഏറ്റവും ആദരണീയ വ്യക്തിത്വമേ, മാലി മൻ അലൂദു ബിഹി സിവാക, താങ്കളല്ലാതെ എനിക്ക് രക്ഷ നൽകാനായിട്ട് ആരുമില്ല. എന്ത് ഹുലൂലിൽ ഹാദിസിൽ അമമി, പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ പൊടുന്നങ്ങനെ വീഴുന്ന സമയത്ത് എനിക്കെന്റെ കൈപിടിക്കാൻ താങ്കളല്ലാതെ ആരുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇനി നോക്കൂ, അവർ പറയുന്നു ഹാദൻ നബിയു മഅൽ അഹ്ബാബി ഖദ് ഹദിറ. ഇദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പ്രിയപ്പെട്ട ആളുകളുടെ സന്നിധിയിലേക്ക് ഹാജരായിരിക്കുന്നു. വസാമഹൽ കുല്ല ഫീമാ ഖദ് മള വജറ. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും കഴിഞ്ഞുപോയ പാപങ്ങൾ ആ നബി പുറത്തു തന്നിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ ഇവർ വിശ്വസിക്കുകയാണ്, പറയുകയാണ്. ഇതിന്റെ ആദ്യത്തെ വചനം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സന്നിധിയിലുണ്ട്, അവിടുത്തെ ഹുളൂറുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ബിദ്അത്തായ വിശ്വാസമാണത്, ബിദ്അത്തായ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, സഹാബത്ത് വിശ്വസിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം അങ്ങനെ എല്ലായിടത്തും ഉണ്ടാകുമെന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. 2-ാമത്തെ കാര്യം ശിർക്കൻ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്നതായ പാപങ്ങൾ പുറത്തു തരിക എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ആ നബി എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തരും എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അല്ലാഹു തആല എന്താണ് പറഞ്ഞത്? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പുറത്തു തരാനായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് തേടി പ്രാർത്ഥിച്ച് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതല്ലാതെ നബിദിനം എന്ന് പറഞ്ഞ് കേവലം ഒരു ലഡു വിതരണം ചെയ്യുക, പായസം വിതരണം ചെയ്യുക, അതിനുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നിർവഹിക്കുക എന്നുള്ളതല്ല. അത് തന്നെ ബിദ്അത്താണ് നമ്മൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന, ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കൊടിയ ശിർക്കുകളാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തേട്ടങ്ങളാണ് ഇവർ നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവർ പാടി പുകഴ്ത്തുക എന്ന് പറഞ്ഞിട്ട് കേവലം മദ്ഹിൽ അത് അവസാനിക്കുന്നില്ല, മറിച്ച് ഇബാദത്തിലാണ്, ആരാധനയിലാണ് അത് അവസാനിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ അല്പം ചില ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറി ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനെ നസാറാക്കൾ പാടി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടി പുകഴ്ത്താൻ പാടില്ല. ലാ തത്റൂനി എന്ന് അവിടുന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. ഫഇന്നമാ അന അബ്ദു, കാരണം ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ പാടി പുകഴ്ത്തേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ പുകഴ്ത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള മുഴുവൻ കാര്യങ്ങളും, അല്ലാഹുവിന്റെ അറിവ്, ലൗഹുൽ മഹ്ഫൂദിലുള്ള മുഴുവൻ അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടെന്ന് വാദിക്കുന്നു. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും കേൾക്കാനും ഉത്തരം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവരുടെ മജ്ലിസുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട്. ആ മജ്ലിസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാൻ സാധിക്കുമെന്നുള്ള ഗൗരവമുള്ള വിശ്വാസങ്ങൾ സഹോദരങ്ങളെ ഇവർ വിശ്വസിക്കുന്നു. ഇത് കേവലം ബിദ്അത്തിൽ ഒതുങ്ങാത്ത,
ദീനിൽ നിന്നും പുറത്തു പോകുന്ന ശിർക്കാണെന്ന് മനസ്സിലാക്കുക. ഇനി അതിനപ്പുറത്തേക്ക് ആ ദിവസങ്ങളിൽ നടക്കുന്ന എത്ര തോന്നിവാസങ്ങളാണ് സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന പേരിൽ എന്തു വലിയ ദൂർത്താണ് നടക്കുന്നത്, എന്തു വലിയ അടങ്ങാറുകളാണ് ആളുകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഗ്‌രിബാകുമ്പോൾ തന്നെ സ്പീക്കറുകൾ ഓണാക്കിക്കൊണ്ട് ഈ ബുർദകൾ ചൊല്ലി മാല മൗലൂദുകൾ ചൊല്ലി ആളുകൾക്ക് അലോസരം ഉണ്ടാക്കുകയാണ്. ദീനുൽ ഇസ്ലാമിൽ ഇത് പഠിപ്പിച്ചിട്ടില്ല. ഇനി ആ ദിവസത്തിൽ മീലാദ് റാലി എന്ന് പറഞ്ഞ് റോഡുകൾ ബ്ലോക്കാക്കുകയാണ്. ചിലയിടങ്ങളിൽ ആണും പെണ്ണും കൂടിക്കലരുന്ന അവസ്ഥകളുണ്ട്. നിസ്കാരം പാഴാക്കുന്ന ചെറുപ്പക്കാരെ ഇതിന്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ശിർക്കിനേക്കാളും ബിദ്അത്തിനേക്കാളും ഗൗരവം കുറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് നമ്മൾ കൂടുതൽ പറയുന്നില്ല എന്ന് മാത്രം. അതല്ല എങ്കിൽ ഒരുപാട് ഹറാമുകൾ, ശരീഅത്തിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ ഈ ഒരു ദിവസം നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഈ റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നുള്ളത് പലരും ധരിച്ചിരിക്കുന്നത് പോലെ ഒരു ഏകാഭിപ്രായമുള്ള കാര്യമേ അല്ല. മറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ തീയതി പറഞ്ഞപ്പോൾ ഇമാം മനാവി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ 8ഓളം അഭിപ്രായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഏത് ദിവസമാണ് എന്ന വിഷയത്തിലുണ്ട്. അതിലേറ്റവും പ്രബലമായ 2 അഭിപ്രായം, ഒന്ന് റബീഉൽ അവ്വൽ 2-നാണ് എന്നാണ്, മറ്റൊരു അഭിപ്രായം റബീഉൽ അവ്വൽ 8-നാണ് എന്നാണ്. ഈ 2 അഭിപ്രായങ്ങളാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. റബീഉൽ അവ്വൽ 12 എന്നുള്ളത് കൂട്ടത്തിലൊരു അഭിപ്രായമാണ് എന്ന് മാത്രം. എന്നിട്ടും ഈ റബീഉൽ അവ്വൽ 12-നാണ് പലരും ഇത് നബിദിനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് സഹോദരങ്ങളെ റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഉറപ്പുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഉറപ്പായ ഒരു ദിവസമാണ്. ജനനം അന്നാണോ ഇല്ലേ എന്നുള്ള സംശയമുള്ള കാര്യം അവർ ആ ദിവസമാണ് ചെയ്യുന്നത് എന്ന കാര്യം കൂടി ചിന്തിക്കുക. ആരാണ് ഈ നബിദിനം ഈ ഒരു ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഏതെങ്കിലും ഇമാമിങ്ങളാണോ? ഒരിക്കലുമല്ല സഹോദരങ്ങളെ. ഇങ്ങനെ റബീഉൽ അവ്വൽ 12-ന് തന്നെ ആഘോഷിക്കാൻ ഒരുപക്ഷെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പണിയായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 4-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 360-ൽ ഉബൈദിയാക്കൾ എന്ന് പറയുന്ന ഫാത്തിമികൾ എന്ന് വെറുതെ പേരിട്ട് പറഞ്ഞ ഉബൈദിയാക്കൾ അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവർ മതനിരാസകരാണ് എന്നാണ്. റാഫിളകളാണ് അസ്ല്. അവർ ഷിയാക്കളാണ്. ഷിയാക്കളിൽ ഏറ്റവും കടുത്ത വിഭാഗമായ റാഫിളകളാണ്. മുസ്ലിമീങ്ങളെ കണ്ടാൽ കൊല്ലുന്ന റാഫിളകളാണ്. ആ കൂട്ടത്തിൽ തന്നെ പെടുകയില്ല. അതിനേക്കാളും ദീനിൽ നിന്നും പുറത്തുപോയ മതനിരാസകരാണ് ഉബൈദിയാക്കൾ എന്നാണ് അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവരാണ് ഈ തീയതി തീരുമാനിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ അതൊരു ശരിയായ ദിവസമായി, ശരിയായ ആഘോഷമായി മാറുക? അതിന്റെ അടിസ്ഥാനം തന്നെ അത് ആരംഭിച്ച ആളുകൾ തന്നെ ദീനിന്റെ ശത്രുക്കളാണ് എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക. ഇതോടൊപ്പം നമ്മൾ ചിന്തിക്കുക, ഈ ആഘോഷിക്കുന്ന ആളുകൾ ഉറപ്പിച്ചു മനസ്സിലാക്കുക. റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ദിവസമാണ്, ജനനത്തിന്റെ ദിവസമല്ല. ദീനുൽ ഇസ്ലാമിൽ മരണത്തിന്റെ പേരിൽ ദുഃഖിക്കാനില്ല, ജനനത്തിന്റെ പേരിൽ വർഷാവർഷം സന്തോഷിക്കാനുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പുള്ള കാര്യം റബീഉൽ അവ്വൽ 12-ന് ദുഃഖിക്കുക എന്നുള്ളതാണ്. കാരണം അന്ന് വഫാത്തിന്റെ ദിവസമാണ്. അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ദീനിലില്ല. എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് സന്തോഷിക്കേണ്ട ദിവസമാകുമായിരുന്നില്ല, മറിച്ച് ദുഃഖിക്കേണ്ട ദിവസമാകണമായിരുന്നു എന്നുകൂടി സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി നൽകിയിട്ടുള്ളൊരു ദീനാണ്. ഈ ദീനിലേക്ക് നമ്മൾ ഒരു നന്മയും അധികമായി ചെയ്യേണ്ടതില്ല. നമ്മൾ നന്മയുണ്ട് എന്ന് വാദിക്കേണ്ടതില്ല. നമുക്ക് ചെയ്യേണ്ട മുഴുവൻ നന്മയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശ്വസിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് എന്ത് ഖൈറാണോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി ഉള്ളത് അത് നമ്മുടെ നബി നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നഹു ലം യകും നബിയ്യുൻ ഖബ്ലി ഇല്ലാ കാന ഹഖ്ഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരിൻ മാ യഅലമുഹു ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല. ആ പ്രവാചകന് ബാധ്യതയായിട്ടല്ലാതെ അവർ അറിയുന്ന മുഴുവൻ നന്മയും അവരുടെ ഉമ്മത്തിന് പകർന്നു നൽകുക എന്നുള്ളത്. എന്താണ് ഈ കൂട്ടർ പറയുന്നത്?
പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖൈർ അറിയില്ലായിരുന്നു എന്നാണോ? നബിദിനം എന്ന് പറയുന്നത് ഒരു നന്മയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയില്ല എന്നായിരുന്നോ? അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ ആ നന്മ ഈ ഉമ്മത്തിന് എത്തിച്ചു നൽകിയിട്ടില്ല എന്നാണോ? നഊദു ബില്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ഉപകരിക്കുന്ന ഒരു ഖൈർ എത്തിച്ചു തന്നിട്ടില്ല എന്ന് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ സാധിക്കുക? അതുപോലെ വയുൻദിറഹും ശർറ മാ യഅലമുഹു ലഹും, ആ ഉമ്മത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മുഴുവൻ കാര്യങ്ങളും ആ പ്രവാചകന്മാരെല്ലാവരും തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്നാൽ എന്താണ് സഹോദരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് താക്കീത് ചെയ്തത്? ഇയ്യാക്കും വഇയ്യാക്കും വൽ മുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങൾ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ സൂക്ഷിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് താക്കീത് ചെയ്തത്. എന്താണ് അവിടുന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്? വകുല്ലു ബിദ്അത്തുൻ ദലാല, ദീനിന്റെ പേരിൽ പുതുതായി ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദലാലത്താണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തുകളും നരകത്തിലേക്ക് അവസാനിക്കുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നിട്ടുള്ളത്. ഈ നബിദിനം എങ്ങാനും ഖൈറായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? ആ ഖൈർ അവിടുന്ന് അറിയിച്ചു തരാതെ ഈ ഭൂമുഖത്തൊന്നും മറന്നുപോയി, ഈ ഭൂമുഖത്തൊന്നും മരിച്ചുപോയി, വഫാത്തായി പോയി എന്നെങ്ങനെ ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഖൈറുകൾ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട്, അറിയിച്ചു വന്നിട്ടുണ്ട്. ഇത്ര ഒരു വലിയൊരു ഖൈർ അവിടുന്ന് മറച്ചു വെച്ചു എന്നെങ്ങനെ ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ സാധിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ ഒക്കെ പ്രചരണത്തിന് വേണ്ടി അത് ധാരാളമായി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരം സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന മുസ്ലിയാക്കന്മാരും സെലിബ്രിറ്റികളായി സ്വയം അവതരിച്ച ആളുകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, നബിദിനം എന്ന് പറയുന്നത് ദീനിലുള്ളതാണ് എന്ന് പറയാൻ വ്യത്യസ്ത സന്ദേഹങ്ങൾ, ശുബ്ഹത്തുകൾ പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സഹോദരങ്ങൾ ഏതാനും ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യമാണ്, അതിനുള്ള മറുപടികളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച ദിവസമാണ്. ആ ദിവസത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലൈഹി, ആ ദിവസമാണ് ഞാൻ ജനിച്ചത്, എനിക്ക് വഹി ആരംഭിച്ചതും ആ ദിവസത്തിലാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് സുന്നത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ വഹാബികൾ പറയുന്നത് പോലെ നബിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഒരു അമലുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നബിദിനത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച നോമ്പുണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, എത്ര വിചിത്രമായ വാദമാണിത്. സാധാരണക്കാരായ ചിലരൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനവുമായി ബന്ധപ്പെട്ട് നോമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്കുക, എത്ര വിചിത്രമായ കാര്യമാണ്. ഹദീസിൽ നോമ്പെടുക്കാനാണുള്ളത്, ഇവർ ചെയ്യുന്നത് പെരുന്നാളല്ലേ? ഹദീസിൽ നോമ്പെടുക്കാനാണുള്ളത് എങ്കിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് റബീഉൽ അവ്വൽ 12 അങ്ങനെ നോമ്പെടുക്കലായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ ജനിച്ചതിന്റെ ഭാഗമായിട്ട് നോമ്പുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? നോമ്പെടുക്കുക എന്നുള്ളതാണ്. നേരെ പെരുന്നാളാണ് ആക്കുന്നത്. ഈ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് കൃത്യമായി വന്നിട്ടുള്ളത്. ഈ ഹദീസ് ഉദ്ധരിച്ചവൻ അവൻ നോമ്പെടുക്കുമോ എന്ന്, അതല്ല പെരുന്നാളാക്കുമോ, ആഘോഷമാക്കുമോ? നോക്കുക സഹോദരങ്ങൾ, ഒരു വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ജനിച്ചതിന്റെ ഭാഗമായിട്ട് നോമ്പുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ എന്താണ് വാദിക്കുന്നത്? അതുപോലെ എനിക്കും ശരീഅത്തിൽ നിയമങ്ങൾ പറയാൻ അവകാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മീലാദുൻ നബി കഴിക്കും, ഞാൻ മൗലിദ് കഴിക്കും. അങ്ങനെ ഇവൻ ദീനിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ പറയുകയാണ്. ഇനി നാളെ വേറൊരാൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് രാവിലെ ഞാൻ ഫജ്ർ നിസ്കാരത്തിന് ശേഷം ഇഷ്റാഖൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 റക്അത്ത് ഞാൻ നിസ്കരിക്കും, 2 നിസ്കാരം. നമ്മൾ ചോദിക്കുകയാണ് എന്താണ് അങ്ങനെ ഒരു നിസ്കാരം? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമല്ലേ? അപ്പൊ അവൻ പുതിയതൊന്നും ഉണ്ടാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിന്റെ ഭാഗമായിട്ട് നോമ്പുണ്ടെന്ന് പഠിപ്പിച്ചപ്പോൾ ഇവരന്ന് ഇങ്ങനെ മീലാദ് ആഘോഷിക്കാം
എന്ന് തീരുമാനിച്ചു. ഇനി വേറൊരാൾ വന്നിട്ട് ഞാൻ 10 റക്അത്ത് നിസ്കരിക്കുമെന്ന് തീരുമാനിച്ചാൽ എന്തുണ്ട് ഇവന് പറയാൻ സാധിക്കുക? മൂന്നാമതൊരാൾ വന്നിട്ട് പറയുകയാണ് ഞാൻ ളുഹർ വരെ ഒരു നോമ്പെടുക്കും, എന്നിട്ട് ളുഹറിന് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പെരുന്നാളാക്കും, അങ്ങനെയാണ് ഞാൻ ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും സഹോദരങ്ങളെ ഇബാദത്തുകളുമായി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് പറയാൻ സാധിക്കുക? അതിനൊക്കെ പറഞ്ഞാൽ മതിയല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് കൊണ്ട് അവിടെ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേറൊരാൾക്ക് പെരുന്നാളാക്കാം, വേറൊരാൾക്ക് പുതിയ നിസ്കാരം തുടങ്ങാം, വേറൊരാൾക്ക് പുതിയ പുതിയ കർമ്മങ്ങൾ തുടങ്ങാം. എങ്ങനെയാണ് ഇത് ശരിയാവുക? ഇനി നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസ് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു റബീഉൽ അവ്വൽ 12 നോമ്പ് വേണ്ട ആഘോഷം തന്നെ ആയിക്കോട്ടെ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ മനസ്സിലാക്കിയ കാര്യമാണ് സുന്നത്തു തർക്കിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പൊതുവായ അധ്യാപനങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അധ്യാപനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തിച്ചു എന്ന് നമ്മൾ നോക്കിയാൽ മതി. അത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, അവിടുന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കാം. അതുപോലെ നാം പറഞ്ഞ കാര്യമാണ് ഫഹ്മുസ് സലഫ്, നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണത് മനസ്സിലാക്കിയത്. ഈ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്, അതുകൊണ്ട് ആ ദിവസം നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ശേഷക്കാർ ചരിത്രം എഴുതുന്ന സമയത്ത് അവർക്ക് ആ ഡേറ്റ് ഏതാണെന്ന് തന്നെ അഭിപ്രായ വ്യത്യാസത്തിലായി. അല്ലെ, ദുൽഹിജ്ജ 10 ഈദുൽ അദ്ഹ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? റമദാൻ എപ്പോഴാണ് ശവ്വാൽ 1 പെരുന്നാൾ എന്നുള്ളതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? പക്ഷെ എന്തുകൊണ്ട് നബിദിനം അത് റബീഉൽ അവ്വൽ 12 അഭിപ്രായ വ്യത്യാസത്തിലായി? കാരണം ആദ്യകാലക്കാർ ആരും അത് പരിഗണിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു സന്ദേഹം അവർ പഠിച്ചുവിടുന്നത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലുതായപ്പോൾ തനിക്ക് വേണ്ടി അഖീഖ അറുത്തിട്ടുണ്ട്. എങ്ങനെ അഖീഖ അറുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് മൗലിദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലുതായതിനു ശേഷം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കും ആ ദിവസം എന്തെങ്കിലുമൊക്കെ അറുത്ത് ആചരിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബൈഹഖി റഹിമഹുല്ലാ തന്നെ ഇത് ദഈഫാണ്, ദുർബലമായ ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സഹീഹും ദഈഫൊന്നും അങ്ങനെ ദീനിലേ ഇല്ല. എല്ലാം അറബി ഭാഷയുമുള്ള കാര്യവും അത് ദീനാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇനി ശരി, അത് സഹീഹാണെന്ന് നമ്മൾ സങ്കല്പിച്ചാൽ സഹോദരങ്ങളെ, അഖീഖയും ആഘോഷവും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? അങ്ങനെ അഖീഖ ഉണ്ടെങ്കിൽ ഇവരും അഖീഖ അറുത്തുകൊള്ളട്ടെ, അഖീഖ ഉണ്ടെങ്കിൽ ഇവരും അഖീഖ അറുക്കാമെന്നല്ലാതെ എങ്ങനെയാണ് അത് ആഘോഷമാക്കി മാറ്റാൻ സാധിക്കുന്നത്? ഖിയാസ് ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ അതിന് ബന്ധമുള്ള കാര്യം വേണ്ടേ? അത് ഇല്ല എന്നുള്ളതാണ്. ഇനി അഖീഖ എന്ന് പറയുന്ന സഹോദരങ്ങളെ എല്ലാവർക്കുമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസായ പ്രത്യേകമായ കാര്യമല്ല, എല്ലാവർക്കും അഖീഖയുണ്ട്. ഓരോ കുട്ടിയും ജനിച്ചാൽ ആണിന് 2 ആടും പെണ്ണിന് 1 ആടും അറക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. എങ്കിൽ എല്ലാവരും ജന്മദിനവും കഴിക്കണം എന്ന് പറയേണ്ടി വരും. കാരണം അവർക്കൊക്കെ അഖീഖയുണ്ട്. അഖീഖയ്ക്ക് പകരമായി ജന്മദിനം ആഘോഷിക്കലാണ് വർഷാവർഷമെങ്കിൽ ഓരോരുത്തരും അവരുടെ ജന്മദിനം വർഷാവർഷം ആഘോഷിക്കാമെന്ന് പറയേണ്ടി വരും സഹോദരങ്ങളെ. അങ്ങനെ വൈരുദ്ധ്യപരമായ തെളിവ് പിടിക്കലാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, വളരെയധികം വൈകാരികമായ ആളുകളോട് പ്രചരിപ്പിക്കാറുള്ളത് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് എന്നൊരു സന്ദേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നബിദിനം ആചരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ ദുഃഖമുള്ളത് ഇബ്ലീസിനാണ്, അതുകൊണ്ട് വഹാബികളായ ഇബ്ലീസിന്റെ അനുയായികൾക്ക് ഈ ദിവസം വരുമ്പോൾ ദുഃഖമാണ്, അവർ കരയുകയാണ്, അവർക്ക് സന്തോഷമില്ല എന്നാണ് അവർ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു ആശയം കൊണ്ട് അവർ നമ്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ഇത് ആദ്യമായി ആരിലേക്കാണ് ചെന്നെത്തുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവന് വേണ്ടി ബലിയർപ്പിച്ചിട്ടുള്ള അവിടുത്തെ സംരക്ഷകരായിട്ടുള്ള സഹായികളായിട്ടുള്ള സ്വഹാബികളിലേക്കല്ലേ ഈ ഒരു ആരോപണം ആദ്യമായി ചെന്നെത്തുന്നത്? ആ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അങ്ങേയറ്റ സ്നേഹം കാരണത്താൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം അവർ ഇങ്ങനെ നബിദിനം ആചരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ സഹാബികൾക്ക് സ്നേഹമില്ലായിരുന്നു എന്ന് പറയുമോ? സഹോദരങ്ങൾ, എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കിലോമീറ്ററുകൾ മരുഭൂമികൾ താണ്ടിക്കടന്ന മുഹദ്ദിസുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ബഹുമാനിച്ച് അത് ശേഖരിച്ച് ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ആയുസ് തന്നെ മാറ്റിവെച്ചിട്ടുള്ള മഹാന്മാരായ മുഹദ്ദിസുകൾ, അങ്ങനെയുള്ള ആളുകൾ, പണ്ഡിതന്മാർ, ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ടവരും അല്ലാത്തവരുമായ പണ്ഡിതന്മാർ, സഹോദരങ്ങളെ, ഇവരാരും നബിദിനം ആഘോഷിച്ചില്ല. നിങ്ങൾ പറയും അവർക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടായിരുന്നില്ല എന്ന് പറയുമോ? സഹോദരങ്ങൾ, എങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുക? അതുകൊണ്ട് ഈ സഹാബികൾ ചെയ്യാത്ത ഒരു സ്നേഹം, അവർക്കില്ലാത്ത ഒരു സ്നേഹം പിൽക്കാലക്കാർ അത് വാദിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാജമായ സ്നേഹമാണ്. കാരണം സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് പിൻപറ്റലാണ്, മുൻകടക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നബിയെ പറയേണ്ടത് എന്താണ്? നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാണ്. അപ്പോൾ ഇത്തിബാ ആണ് സഹോദരങ്ങളെ. ഒരാൾ മഹബത്തുണ്ട്, സ്നേഹമുണ്ട് എന്ന് പറയുന്നതിന്റെ അടയാളം, സ്നേഹിക്കുന്നവൻ ആരെയാണോ അവൻ സ്നേഹിക്കുന്നത് അവരെ പിന്തുടരേണ്ടതുണ്ട്, അതല്ലാതെ മുൻകടക്കുകയല്ല. അള്ളാഹു പറഞ്ഞതുപോലെ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിനും അവന്റെ റസൂലിനെ മുൻകടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അഥവാ ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറാണത്. നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല, എതിരായി പ്രവർത്തിക്കാൻ പാടില്ല, ഖുർആനിനും സുന്നത്തിനും എതിരായി പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു സന്ദേഹം അവർ പടച്ചുവിടുന്നത്, ധാരാളം പണ്ഡിതന്മാർ നബിദിനം അനുവദിച്ചിട്ടുണ്ട്. നോക്കൂ, ഭൂരിഭാഗം മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും നബിദിനമുണ്ട്. നബിദിനം ഇന്ത്യയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇനിയിപ്പോ UAE ഒക്കെ ആ ദിവസത്തിൽ വല്ല ലീവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർ അത് വലിയ കാര്യത്തിൽ പ്രചരിപ്പിക്കും. ഇതൊക്കെ ഇവരുടെ തെളിവുകളാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. സഹോദരങ്ങളെ, എത്ര പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട് എന്നിവർ പറഞ്ഞാലും ഇവർക്ക് ആദ്യത്തെ 7 നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം അനുവദിച്ച ഏതെങ്കിലുമൊക്കെ പണ്ഡിതനെ ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? എണ്ണത്തിന്റെ കാര്യം നോക്കിയാലും വണ്ണത്തിന്റെ കാര്യം നോക്കിയാലും ആദ്യത്തെ 7 നൂറ്റാണ്ടിലുള്ള അത്ര പണ്ഡിതന്മാർ പിന്നീടുള്ള 7 നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ടോ? എണ്ണത്തിലുമില്ല സഹോദരങ്ങളെ, വണ്ണത്തിലുമില്ല. അത് ആദ്യകാലക്കാർ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം കഴിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് തന്നെ എണ്ണത്തിന്റെ കാര്യത്തിൽ നമുക്ക് മതിയായതാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, അങ്ങനെ എണ്ണമൊന്നും ഇല്ല എന്ന് തന്നെ കരുതുക. ദീനിൽ ഏതെങ്കിലും ഒരു കാര്യം ശരിയാകാൻ അത് എണ്ണമാണോ പരിഗണിക്കുക? എണ്ണത്തിലാണോ? കൂടുതൽ എണ്ണമുണ്ടെങ്കിൽ അത് ശരി, കുറഞ്ഞ ആളുകളാണെങ്കിൽ അത് തെറ്റ്, അങ്ങനെയാണോ ദീനിന്റെ കാര്യം മനസ്സിലാക്കുക? ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് ഹക്ക് ഏതാണെന്ന് നോക്കണം, ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് നോക്കണം. എന്നിരുന്നാലും നമുക്ക് മനസ്സിരുത്തേണ്ട ചില ആയത്തുകൾ നമുക്ക് കേൾക്കാം. അള്ളാഹു പറഞ്ഞു, വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലൂനക അൻ സബീലില്ലാഹ്, നിങ്ങൾ ഭൂമിയിലുള്ള അധിക ആളുകളെ പിൻപറ്റിയാൽ അവർ നിങ്ങളെ വഴിപിഴപ്പിച്ച് കളയുമെന്നാണ്. ഖുർആനിൽ അധികമുള്ള ആളുകളെ കുറിച്ച് അധികവും പറഞ്ഞത് അള്ളാഹുവിന് നന്ദി കാണിക്കാത്തവർ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ, പിഴച്ചു പോകുന്ന ആളുകൾ, ഇങ്ങനെയാണ്. എണ്ണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ ഇതാണുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ബദഅൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം വളരെ അപരിചിതാവസ്ഥയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. എണ്ണിയാൽ മാത്രമുള്ള ചില ആളുകൾ മാത്രം, വളരെ പ്രയാസത്തിൽ. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ആരംഭം ഉണ്ടായിരുന്നത്. സയഊദു ഗരീബൻ കമാ ബദ, ആ തുടങ്ങിയ ആ ഗുർബത്ത് തന്നെ, അപരിചിതാവസ്ഥ അതിനുണ്ടാകുക തന്നെ ചെയ്യും. ഫതൂബാ ലിൽ ഗുറബ, ആ സമയത്ത് ഗുറബാക്കളായിട്ട് അപരിചിതരായി ജീവിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് എണ്ണമുണ്ട് എന്നുള്ളത് നമ്മളെ വഞ്ചിതരാക്കേണ്ടതില്ല. അല്ലെങ്കിൽ എണ്ണമുണ്ട് എന്നുള്ളത് അവരൊരിക്കലും അത് സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡമായി മാറ്റേണ്ടതില്ല. മറിച്ച് മാനദണ്ഡം ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്നുള്ളതാണ്. അത് രണ്ടിലും ഇല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇന്ന രാജ്യത്തുണ്ട് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട് എന്നവർക്ക് പറയേണ്ടി വരുന്നത് എന്നുകൂടി നമുക്ക് വായിക്കാം. സഹോദരങ്ങളെ, ഇനി ചില ആളുകൾ അവരിങ്ങനെ വലിയ രൂപത്തിലൊന്നും പറയില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കാൻ വേണ്ടിയിട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുന്നതിന് വേണ്ടി, ആളുകൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രങ്ങൾ വായിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ രൂപത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നാണ്. സഹോദരങ്ങൾ, അവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാൻ വേണ്ടി വർഷത്തിലൊരു ദിവസം തിരഞ്ഞെടുക്കുക, എന്നിട്ട് അത് ഓർക്കാനുള്ള പരിപാടിയാക്കുക എന്ന് പറയുന്നത് തന്നെ അവിടത്തേക്ക് കാണിക്കുന്ന എത്ര നന്ദികേടാണ്, അല്ലെങ്കിൽ എത്ര രൂപത്തിലുള്ള കുറവ് വരുത്തലാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർഷം മുഴുവൻ നമ്മൾ ഓർക്കേണ്ടതാണ്. ആ നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടവരാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഓർക്കുന്നുണ്ട്. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. വർഷത്തിൽ അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് ഓർക്കാനായിരുന്നെങ്കിൽ, അതിൽ ഖൈർ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, സലഫുകൾ നമ്മെ മുൻകടക്കുമായിരുന്നു. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സദാ ഓർക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നതിൽ അങ്ങേയറ്റം മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്ത ആളുകളായിരുന്നു. അവരാരും അങ്ങനെ തന്നെ ചെയ്തിട്ടില്ല. ഇനി എന്തൊക്കെ നന്മകൾ നീ പറഞ്ഞാലും ബാത്തിലിന്മേൽ പടുത്തുയർത്തപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ബാത്തിൽ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനം ബിദ്അത്താണെങ്കിൽ പിന്നെ അതിൽ നീ ഇങ്ങനെയുണ്ട്, ഇന്ന നന്മയുണ്ട് എന്ന് പറഞ്ഞ് എത്ര നന്മകൾ മുകളിൽ വെച്ചാലും അതിന്റെ ബേസ്, അടിസ്ഥാനം അത് ബിദ്അത്ത് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇനിയും ധാരാളക്കണക്കിന് സഹോദരങ്ങളെ ഇത്തരം സന്ദേഹങ്ങൾ ഇവർ പടച്ചുവിടാറുണ്ട്. പക്ഷേ നമ്മോട്
നമ്മുടെ ഉത്തരം വളരെ കൃത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഖുർആനിൽ ഇത് വന്നിട്ടുണ്ടോ? ഹദീസിൽ ഇങ്ങനെയുണ്ടോ? സഹാബികൾ, നിങ്ങൾ ഈ പറയുന്ന ആയത്തുകളും ഹദീസുകളും സഹാബത്ത് കണ്ടിട്ടില്ലേ? അവർക്കത് മനസ്സിലായിട്ടില്ലേ? അവരെക്കാളും വലിയ അറിവുള്ള ആളുകൾ നിങ്ങളാണോ? അവരെക്കാളും വലിയ സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളാണോ? എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ കൊണ്ടുവരുന്ന മുഴുവൻ വാദങ്ങളും പൊളിഞ്ഞു വീഴുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല ഹക്കും ബാത്തിലും വേർതിരിച്ച് ഹക്കിനെ പിൻപറ്റാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജല്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജല്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ تقواها وزكها أنت خير من زكاها أنت وليها مولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.